റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പത്തനംതിട്ട കൊടുമണ്ണിൽ ഗുണ്ട അഴിഞ്ഞാട്ടം. 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രിയോടെ ഇയാളുടെ സുഹൃത്തുക്കൾ ചേർന്ന് റോഡ് ഉപരോധിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഘങ്ങൾ പല സ്ഥലത്തും സംഘർഷമുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഇടത്തട്ട സ്വദേശി അതുൽ പ്രകാശ് ആത്മഹത്യ ചെയ്തിരുന്നു. സംസ്കാര ചടങ്ങിന് ശേഷമാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ഇന്നലെ വൈകിട്ട് പോലീസ് വാഹനങ്ങൾ തടഞ്ഞ സംഘങ്ങൾ റോഡിൽ കുത്തിയിരുന്നു. റോഡിലൂടെ കടന്നുപോയ ചില വാഹനങ്ങളുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. തുടർന്നാണ് 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ഥലത്ത് ജാഗ്രത തുടരുന്നുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണമാണ് അതുൽ പ്രകാശൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങുന്നതിന്റെ മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് ഇയാളുടെ സുഹൃത്തുക്കളുടെ വാദം. അതിനിടെ സംഘർഷ സമയത്ത് ബൈക്കിൽ പോയ യുവാവിനെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെന്നും ആരോപണമുണ്ട്. 24 പത്തനംതിട്ട.